ഏതാനും ആഴ്ചകൾ മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഡീറാഡിക്കലൈസേഷൻ, ഇസ്ലാം വിഭാഗത്തിൽ തീവ്ര നിലപാടുകളുള്ള യുവാക്കളെ അത്തരത്തിലുള്ളൊരു പദ്ധതിയിലേക്ക് അത് ഒരു ചെറിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അത് ചില ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച വേളയിൽ അവരെന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. നമ്മളെല്ലാവരെയും വ്യക്തമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരുടെ ഇന്നൊക്കെ എ ഐ ആണ് ചെയ്യുന്നത്. അതായത് നമ്മളെ ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങൾ, മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കമ്പനികളും സർക്കാരുകളും എല്ലാവരും തന്നെ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഈ ഒരു ഇന്നലെ നടന്ന ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി ജനങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോവുക എന്ന് അത് പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമുക്കറിയാം, അതിനൊരു ഉദാഹരണമാണ് കേരളത്തിൽ 2 ഫ്ലൈറ്റുകൾ വന്നിട്ട് PFIയിൽ നിന്നുള്ള നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടുവരും. അവരിനി പുറം ലോകം കാണില്ല. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആയിരക്കണക്കിന് ജനങ്ങൾ അത് ഈ ചെറിയ തോതിൽ തുടങ്ങി അവർ പിടിച്ച് ഇതിലാക്കും. അത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയൊക്കെ ചെറിയ തോതിലേ ചെയ്യുന്നുള്ളൂ. ചൈന, റഷ്യ പോലെയുള്ള രാജ്യങ്ങളാണ്, എന്തിനേറെ പറയുന്നത്, മുസ്ലിം രാജ്യങ്ങൾ പോലും ചെയ്യുന്നുണ്ട് തീവ്ര നിലപാടുകളുള്ളവരെ അച്ചടക്കം ഇത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്നലത്തെ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യാപകമായിട്ട് നമുക്കറിയാം. ഏകദേശം ഒരു 10-25 വർഷം മുമ്പ് ഗുജറാത്തിൽ ഇതുപോലെയുള്ളൊരു ട്രെയിൻ കത്തിച്ചതിൻ്റെ പേരിൽ അവിടെ നിന്നും പിന്നെ ഗുജറാത്തിൽ സമാധാനം വന്നു. അപ്പോൾ ഇത് മോഡിയെ സംബന്ധിച്ചിടത്തോളം, മോദി ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപരീക്ഷണമാണ്. തന്നെയല്ല, അവസരം കൂടിയാണ്. അഗ്നിപരീക്ഷണത്തോടൊപ്പം അവസരം കൂടിയാണ്. അവരത് ജയ്ഷെ മുഹമ്മദ് ആണെന്നാണ് പറയുന്നത്, ഇത്ര നേരം പറയുന്നത്. ഇതിൻ്റെ തീവ്രവാദ ഒരു സംഘടന ഉണ്ടാവുമല്ലോ, പക്ഷെ അതിൻ്റെ കണ്ണികളൊക്കെ കെടുക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ അദ്ദേഹം രാജ്യത്തിനുള്ളിൽ ഒരു ശുദ്ധികലശം നടത്തുമോ, അതോ രാജ്യത്തിന് പുറത്ത് ശുദ്ധികലശം നടത്തുമോ? അപ്പം എനിക്കറിയാൻ സാധിച്ച ഒരു ഘടകങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ ഇന്ത്യക്കുള്ളിലും ഒരു ശുദ്ധികലശം നടത്താൻ സാധ്യത വളരെ കൂടുതലെന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. കാരണം ഇവിടെയുള്ള ഡോക്ടർമാരും ഇവിടുത്തെ പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ, മതം മുസ്ലിം ആണെങ്കിലും ദേ ആർ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ. ഡൊമസ്റ്റിക് ടെററിസം എന്നതിന് പറയാൻ പറ്റില്ലെങ്കിൽ അന്താരാഷ്ട്രമായിട്ട് ഇത് ചെയ്ത് ലിങ്കായി കെടുക്കുന്നുണ്ട്, അത് പാകിസ്ഥാനുമായിട്ടൊക്കെ. അപ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ നിലപാട്? ഇപ്പോൾ സമൃദ്ധമായിട്ട് ഇന്ത്യൻ സർക്കാർ തീരുമാനിക്കുകയാണ് ഇത് ഉള്ളിൽ ക്ലീനപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുജറാത്ത് പോലെ ഇന്ത്യ മൊത്തത്തിൽ മോഡിയും ഇന്നത്തെ ഭരണകൂടവും അതിനെ ശുദ്ധിയാക്കുന്നൊരു രീതിയിലേക്ക് പോയിക്കൂടായിക ഇല്ല. അങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനുള്ള അദ്ദേഹത്തിനുള്ള പ്രതിബന്ധങ്ങൾ, എന്തെങ്കിലും തടസ്സങ്ങൾ രാജ്യത്തിനുള്ളിൽ ചെയ്യുന്നൊരു സാഹചര്യം, അത് സർക്കാർ ഏജൻസികളോ, നമുക്കറിയാം ഈ ഗുജറാത്തിൽ സംഭവിച്ചതല്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നമ്മളെ സ്നേഹമുള്ള മുസ്ലിം സഹോദരങ്ങളോട് പറയാണ്, ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഡീറാഡിക്കലൈസേഷൻ അത് ഈ സർക്കാരിൻ്റെ അജണ്ടയാണ്. അതിന് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം, ചൈന നിങ്ങളെ രക്ഷിക്കും, അല്ലെങ്കിൽ GCC പോലും ഇന്ന് രക്ഷിക്കാൻ വരില്ല, അതല്ലെങ്കിൽ റഷ്യ. അവർക്കിതിലും തീവ്രമായിട്ടാണ് ഇസ്ലാമിക തീവ്രവാദത്തിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും പുറം ലോകം അറിയ പോലുമില്ല. നമ്മുടെ കാശ്മീർ ശാന്തമായോ? പണ്ട് മൻമോഹൻ സിംഗ് ഭരിച്ച കാശ്മീരല്ല ഇന്നത്തെ കാശ്മീർ. അവിടെയൊക്കെ ഈ മിലിറ്ററി വാഹനം പോകുമ്പോൾ കല്ലെടുത്തെറിയും യുവാക്കൾ സംഘടിതമായിട്ട്. അവിടെ ആരെങ്കിലും കാണണ്ട. അവരൊക്കെ പോയി, ചില സ്ഥലങ്ങളിലേക്ക് പോയി അവർ. അതായത് നമ്മളിപ്പോൾ ഈ ലോക്കൽ നാട്ടിലൊക്കെ ചെയ്യുന്ന ചില ക്രിമിനലുകൾക്ക് നമ്മൾ പോകുന്ന സബ് ജയിലിൽ പോകുന്നു, അല്ലെങ്കിൽ ലോക്കൽ ജയിലിൽ പോകുന്ന പോലെയല്ല. ആ പോക്ക് വേറെ പോക്കാണ്. PFI രാജാക്കന്മാരെ കൊണ്ടുപോയ പോക്ക് പോലെ ഒരു പോക്ക് പോവും. അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ വഴിതെറ്റിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ? 90-95% മലയാളി മുസ്ലിം സഹോദരങ്ങളും വളരെയധികം സമാധാനപരമായിട്ട് അവരവരുടെ ജീവിതം നോക്കി ജീവിക്കുന്നവരാണ്. ഒരേ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ളൊരു തീവ്രവാദം വരുമ്പോൾ നിങ്ങളതിനെ ഇതിൽ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നിട്ട് അതിനെതിരെ ഒരു അനുശോചനമോ, അതല്ലെങ്കിൽ നിങ്ങൾ
ഇതിനെതിരെ നിങ്ങളുടെ മതമല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ വിശ്വാസത്തെ തള്ളി പറയാൻ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇനി അത് പറയരുത്. ഇത് നിങ്ങളുടെ മതത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് ഇനിയിപ്പോൾ കോൺഗ്രസ് തന്നെയാണെന്ന് വിചാരിക്കും. ഇപ്പം മോഡിക്ക് പകരം കോൺഗ്രസ്, മൻമോഹൻ സിംഗൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ടമാനം പോട്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് 92-ലൊക്കെ ബോംബെ സ്ഫോടനം നടക്കുന്ന കാലഘട്ടത്തിലൊക്കെ പലതരത്തിലുള്ള കോൺഗ്രസ് തുടങ്ങിയ ഇതുകളുണ്ട്. ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ മുസ്ലിം യുവാക്കളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എന്തിനു പറയുന്നത്, നമ്മുടെ നാട്ടിൽ അബ്ദുൽ നാസർ മദനി PDPയുടെ അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന് പിടിച്ചിട്ടത് ആരാ? തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ കോൺഗ്രസ് ഭരണകൂടങ്ങൾ ഇട്ടത്. അപ്പോൾ എന്തെങ്കിലും കാരണമില്ലാണ്ട് ഇത്രമാത്രം ഇസ്ലാമിക പ്രീണനം നടത്തുന്ന കോൺഗ്രസ് മദനീനെ പിടിച്ചിടും. അവസാനം അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ പാവല്ലേ, എനിക്ക് അസുഖമല്ലേ, കുറച്ച് തീവ്രവാദമല്ലേ. അന്നുള്ളിൽ പോയ തടീൻ്റെ അവിടെ നസീർ തൊട്ട് ഒരാളും ഇനി പുറം ലോകം കാണാൻ പോകുന്നില്ല. അവരുടെ ഇത് കഴിഞ്ഞു. അപ്പം ഞാൻ വളർന്നു വരുന്നത് ഇസ്ലാമിക വേറെ മതത്തിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തീവ്രവാദ ഇതുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? തീവ്രവാദം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഭാഗമാണ്. നിങ്ങളൊരു പക്ഷേ വടക്കൻ കേരളത്തിൽ മദ്രസകളിൽ മാത്രം പഠിച്ചവരാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, കാഫിറിനെ കൊല്ലാം, ഇത് സമാധാനത്തിന് വേണ്ടിയാണ്, ഇത് നമ്മുടെ സമാധാനമാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അറിയും. ഇന്നിപ്പോൾ പുറം ലോകത്തേക്കൊക്കെ പോകുമ്പോൾ ഒട്ടനവധി ജനങ്ങൾ അത് വിട്ടു പോകുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും അതിലേക്ക് വരാണ്. ഡീറാഡിക്കലൈസേഷൻ ഈ സർക്കാരിൻ്റെ ഒരു ഇതാണ്. ഞാൻ ഇത് കഴിഞ്ഞ് കോൺഗ്രസ് വന്നാൽ പോലും, ഏത് സർക്കാർ ഇന്ത്യയിൽ വന്നാൽ പോലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം കാശ്മീരിനെ ശാന്തമാക്കിയോ, അതല്ലെങ്കിൽ ഗുജറാത്തിനെ ശാന്തമാക്കിയോ, അത് PFIനെ ശാന്തമാക്കിയോ, അതല്ലെങ്കിൽ ഇനിയും ഉള്ള ഘടകങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും ഇനി തലപൊക്കാൻ സമ്മതിക്കില്ല. അത്ര തീവ്രമായിട്ട് ഉള്ളിപ്പോകാമെന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായിട്ടുള്ള ഇതല്ല സഹോദര. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ കൂടിയാൽ പോലും നിങ്ങൾ ഉള്ളിൽ പോകും. നിങ്ങൾക്ക് ചെറുപ്പമായിരിക്കും, ചിലപ്പോൾ 20 വയസ്സ് 20s 30s ഒക്കെ ആയിരിക്കും. ആ പ്രായത്തിലൊന്ന് ഉള്ളിൽ പോയി കിടക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ വിനീതമായിട്ട് നിങ്ങളോട്, ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് പിയർ ഇതാണ്, അതായത് നിങ്ങളുടെ കൂട്ടുകെട്ടിൽ നിന്ന് കിട്ടുന്ന പ്രചോദനങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഞാൻ വിനീതമായിട്ട് മുസ്ലിം സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.